വാർത്തകളിലേക്ക് വിശദമായി. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സ്ഥാനം ശങ്കർ മോഹൻ രാജിവെച്ചു. രാജിവെച്ചതിന് വിവാദങ്ങളുമായി ബന്ധമില്ലെന്ന് ശങ്കർ മോഹൻ പ്രതികരിച്ചു. VV അരുൺ വിവരങ്ങളുമായി ഒപ്പം ചേരുന്നു. അരുൺ, കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് രാജിയെന്ന് പറയുന്നു. അതല്ലല്ലോ കാരണം? അതല്ല കാരണം. അദ്ദേഹത്തിന് അതിരെയുള്ള റിപ്പോർട്ട് വളരെ ഗുരുതരമായ കണ്ടെത്തലുകളായിരുന്നു. മുൻ ചീഫ് സെക്രട്ടറി KJ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതി മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ ആരോപണങ്ങൾ ഏറെക്കുറെ ശരിവെച്ചുകൊണ്ട് റിപ്പോർട്ടാണ് അന്ന് സമിതി നൽകിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുകയും ചെയ്തു. അതിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ സർക്കാർ പുറത്താക്കുന്നതിന് പകരം രാജിവെച്ച് ഒഴിയുകയാണ് അദ്ദേഹം. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജാതിവേദം നടന്നുവെന്ന വിദ്യാർത്ഥികളുടെ പരാതി വലിയ വിവാദമാണ് സംസ്ഥാനത്ത് ഉണ്ടാക്കിയത്. ഇദ്ദേഹത്തെ അനുകൂലിച്ച് അടൂർ ഗോപാലകൃഷ്ണനൊക്കെ രംഗത്തെത്തുന്നു. അദ്ദേഹത്തിനെതിരെയും വലിയ വിമർശനം ഉയർന്നു വന്നു. പക്ഷേ ഈ റിപ്പോർട്ടിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പരാമർശങ്ങൾ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ രാജിയോടുകൂടി സമരം അവസാനിക്കുമെന്ന പ്രതീക്ഷയാണ് സർക്കാർ. പക്ഷെ അങ്ങനെയല്ല ഉണ്ടാവുക എന്ന് തന്നെ വിദ്യാർത്ഥികൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. മുൻ ചീഫ് സെക്രട്ടറിയും ഇപ്പോൾ IMG ഡയറക്ടറുമായ KJ കുമാറും നിവാൻസ് മുൻ VC ഡോക്ടർ NK ജയകുമാറുമാണ് ഈ വിവാദം അന്വേഷിച്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജിക്കേണ്ടി വന്നത്. മുഖ്യമന്ത്രി ഓഫീസിൽ നേരിട്ടെത്തിയാണ് ഇദ്ദേഹം രാജിക്കത്ത് കൈമാറിയത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ രാജിക്കത്തിന്റെ പകർപ്പ് കൈമാറിയിട്ടുണ്ട്. അരുൺ, തുടരുക. ശ്രീത്ത് കൂടി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീത്ത്, രാജി പ്രഖ്യാപനം വരുന്നു, പക്ഷേ കാരണം കാലാവധി തീരുന്നത് കൊണ്ടാണെന്ന് വിശദീകരിക്കുന്നു. പക്ഷേ രാഷ്ട്രീയമായി കോളിളക്കമുണ്ടാക്കിയ ഒരു വിവാദം, സിനിമാ മേഖലയിലെ പലരും എതിർപ്പറിയിച്ച് പരസ്യമായി രംഗത്തു വന്ന വിവാദം. അതേസമയം മറുവശത്ത് അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ച് MA ബേബിയും തൊട്ടുപിറ്റേന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയും രംഗത്ത് വന്നിരുന്നു. അവ്യക്തമായ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. ഒടുവിൽ ആദ്യ ആശങ്ക ഒഴിയുകയാണ്. കൃഷ്ണരാജ്, അങ്ങനെ വിലയിരുത്താം. എന്തായാലും അദ്ദേഹം പ്രായപരിധി കൊണ്ടാണ് രാജിവെക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പ്രായപരിധി അവസാനിച്ചത് ഇപ്പോഴല്ല. 65 വയസ്സ് വരെയാണ് അദ്ദേഹത്തിന് അവിടെ തുടരാനുള്ള സമയമുള്ളത്. ഇപ്പോൾ 68 വയസ്സായി. മാത്രമല്ല കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ തന്നെ സർക്കാർ ഇത് സംബന്ധിച്ചുള്ള കത്ത് ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം എന്ന കത്ത് നൽകുകയും ചെയ്തതാണ്. അന്നൊന്നും അദ്ദേഹത്തിന് രാജിവെക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സമരം തുടങ്ങിയ സമയത്തും അല്ലെങ്കിൽ തുടക്കത്തിൽ പോലും അദ്ദേഹം അതൊന്നും പരിഗണിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറയുന്നത് എന്നത് അതല്ല കാരണം എന്ന് തന്നെ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. സർക്കാരിന് കൂടി ഈ വിഷയത്തിൽ സർക്കാർ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള സർക്കാരിന്റെ ഇടപെടൽ മനസ്സിലാക്കാൻ. ആദ്യം പ്രത്യേകിച്ച് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഒരു അഡീഷണൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ഒരു കമ്മിറ്റി നിയോഗിക്കുന്നു. അവർ വന്ന് തെളിവെടുപ്പ്. ഞാൻ മടങ്ങി വരാം. സംവിധായകൻ ഡോക്ടർ ബിജു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ ബിജു, സമരം അതിങ്ങനെ തുടർന്നു പോകുന്നു. മറുവശത്ത് ജാതി വിവേചനം പോലും ആളിക്കത്തിയ ഒരു വിവാദത്തിനൊടുവിൽ ഡയറക്ടർ ശങ്കർ മോഹൻ രാജിവെക്കുന്നു. അദ്ദേഹം പറയുന്ന കാരണം എൻ്റെ കാലാവധി കഴിയുന്നു, രാജിവെക്കുന്നു എന്നാണ്. അതായത് പുറത്തു പോകുമ്പോഴും ദുരഭിമാനം ബാക്കി വെച്ചാണ്, അല്ലേ? കാലാവധി കഴിയുമ്പോൾ ഞാൻ രാജിവെക്കുമെന്ന് നേരത്തെ തന്നെ പറയാമായിരുന്നല്ലോ. അതെ, അതൊന്നും മറുപടി അർഹിക്കുന്ന കാര്യങ്ങളല്ല സത്യത്തിൽ. എന്തായാലും ഇതോടെ വിവാദങ്ങൾക്ക് അവസാനമാകുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ഇതോടെ ശരിക്കും വിവാദങ്ങൾക്ക് അവസാനമാകാൻ പാടില്ല. കാരണം അവിടെ ഈ ഒരു ഡയറക്ടറുടെ രാജിയോട് കൂടി തീരുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല അവിടെ ഉള്ളത്. ബാക്കിയുള്ള ഒരു ഡയറക്ടറുടെ രാജിയുടെ മറവിൽ മറ്റുള്ള പ്രശ്നങ്ങളെ നമ്മൾ മറക്കാൻ പാടില്ല. അവിടെ വളരെ കാതലായ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾ ഉയർത്തിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് അവിടുത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അഡ്മിഷന് സംവരണ തത്വം അട്ടിമറിക്കുന്നുണ്ട്, ദളിത് വിദ്യാർത്ഥികൾക്ക് അർഹതപ്പെട്ട സീറ്റ് നിഷേധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. അതിന്റെ സാഹചര്യങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ്, ഏത് നിയമത്തിന്റെ പേരിലാണ് അത് അട്ടിമറിക്കപ്പെടുന്നത്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഫാക്കൽറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, വിദ്യാർത്ഥികളുടെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ടിങ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, അവിടത്തേക്ക് ഗസ്റ്റ് ലെക്ചേഴ്സിനെ വിളിക്കുന്നതിലുള്ള ക്രമക്കേടുകൾ, അതോടൊപ്പം ഈ അങ്ങനെയൊക്കെ നിരവധി വിഷയങ്ങളുണ്ട്. അതോടൊപ്പം അവരുടെ ഈ 3 വർഷത്തെ കോഴ്സ് 2 വർഷമായി വെട്ടിച്ചുരുക്കിയതിന്റെ ഒരു സാഹചര്യം എന്താണ്? കാരണം 3 വർഷം എന്നുള്ളതാണ് ഒരു ഡിഗ്രി കോഴ്സ്.
ഇവർക്ക് ജോലി സാധ്യതകളെ അത് ബാധിക്കുമോ എന്നുള്ള വളരെ വലിയ ആശങ്കയുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളുള്ള അക്കാഡമിക്കലായിട്ടുള്ള എല്ലാ വിഷയങ്ങളും കൃത്യമായി പരിശോധിക്കുകയും അവയിൽ എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ അവ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറെ പ്രധാനം. അത് ഈ രാജിയുടെ മറവിൽ മുങ്ങിപ്പോകാൻ പാടില്ല. ശരി, അപ്പോൾ ഇതിന്റെ മൂല കാരണം എന്താണ്? ജാതി വിവേചനമുണ്ട്, സംവരണ തത്വങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു. അതെ, സംവരണത്തിൽ അട്ടിമറിക്കപ്പെടുന്നു. ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ അവിടുത്തെ കരിക്കുലവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരിഷ്കാരങ്ങൾ വിദ്യാർത്ഥികളുടെ അവരുടെ ഈ ഒരു ഡിഗ്രിയുടെ യോഗ്യതയെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ 3 വർഷം 2 വർഷമായി വെട്ടിക്കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു ഡിഗ്രി എന്നുള്ള സ്റ്റാറ്റസിലേക്ക് അത് ഉയരുന്നില്ല. അപ്പൊ പുറത്ത് മറ്റെവിടെയെങ്കിലും ഒക്കെ ജോലിക്ക് അവർക്ക് ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഈ 2 വർഷത്തെ ഡിപ്ലോമ കൊണ്ട് അവർക്ക് ഒരിടത്തും ജോലി ലഭിക്കാൻ സാധ്യതയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒട്ടേറെ അക്കാഡമിക്കലായിട്ടുള്ള വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കണം. അതാണ് ഏറ്റവും അടിയന്തരമായ ഒരു വിഷയം തന്നെയാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു രാജി മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് എല്ലാം പരിഹരിക്കപ്പെട്ടു, ഇനിയെല്ലാം നിങ്ങൾ തിരിഞ്ഞു വെക്കോളൂ, എല്ലാം ശാന്തമായി എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടാവാൻ പാടില്ല. ഡോക്ടർ ബിജു, ഈ MA ബേബി മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ അടൂർ ഗോപാലകൃഷ്ണനെ അടക്കം പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. ഇതിഹാസ സംവിധായകൻ, അദ്ദേഹത്തിന്റെ പശ്ചാത്തലം അങ്ങനെയാണ്, ലോകത്തിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളെന്നൊക്കെ പറഞ്ഞ് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് പരസ്യമായി. അപ്പോൾ സർക്കാർ തലത്തിൽ പ്രതികരണങ്ങളിൽ ഇപ്പോൾ സർക്കാർ അനുകൂല സംഘടനകൾ ഇതിനെതിരെ ശക്തമായി നിലകൊണ്ടിരുന്നു. ഇടതുപക്ഷ അനുഭാവികളായ സിനിമാ പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു. അപ്പോഴും ഈ ഭരണ കേന്ദ്രങ്ങളിൽ തന്നെ ഒരു അവ്യക്തത ഉണ്ടാകുന്നത് ഈ പ്രശ്നം അവസാനിക്കാതിരിക്കാൻ ഒരു കാരണമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും അടൂർ ഗോപാലകൃഷ്ണൻ എന്തായാലും നമ്മുടെ മലയാള സിനിമയിലെ മികച്ച സംവിധായകരുള്ള ഒരാളാണ്, ഇന്ത്യൻ സിനിമയിലെ മികച്ച സംവിധായകരുള്ള ഒരാളാണ്. അതിലൊന്നും ആർക്കും തർക്കമൊന്നുമില്ല. അതൊക്കെ നമുക്ക് പറയുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെയുള്ള പ്രധാന വിഷയം അതല്ല. അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ഒരു വിവാദ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ചേർത്തിരുത്തി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഉറക്കെ പറയുമ്പോൾ അതാണ് പ്രശ്നം. അതെ, ഔദ്യോഗികമായ ഒരു സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹം പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അവിടുത്തെ വിദ്യാർത്ഥികളെ പറ്റിയും ജീവനക്കാരെ പറ്റിയും ഒക്കെ മോശമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും തന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നല്ല, അതൊന്നും തന്നെ നമ്മൾ അംഗീകരിക്കേണ്ട ഒന്നുമല്ല. ആ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാവേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സംവിധായകൻ എന്നുള്ള നിലയിലുള്ള വ്യക്തിപരമായ മികവ് മറ്റു കാര്യമാണ്. അദ്ദേഹം ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇടത്ത് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ഇടങ്ങളിൽ അദ്ദേഹം അനുവർത്തിച്ച നയങ്ങൾ പുരോഗമനപ്രദമാണോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. നന്ദി ഡോക്ടർ ബിജു പ്രതികരിച്ചതിന്. വി അരുണിലേക്ക് വീണ്ടും. അരുൺ, ഈ വിദ്യാർത്ഥികളും ജീവനക്കാരും ഉന്നയിച്ച പരാതി അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നുവല്ലോ. അത് അവരുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന രീതിയിലാണ്. തൊട്ടു പിന്നാലെയാണ് രാജിപ്രഖ്യാപനം വരുന്നത്. അപ്പോഴും അദ്ദേഹം പറയുന്നു കാലാവധി കഴിയുന്നത് കൊണ്ട് ഇറങ്ങിപ്പോകുന്നു എന്ന്. അതായത് അപ്പോഴും ദുരഭിമാനം ബാക്കി വെക്കുന്നുവെന്നോ? രാജിവെക്കാതെ മറ്റു വഴി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. സർക്കാരിനും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഏറെക്കുറെ ശരിവെച്ചുകൊണ്ട് റിപ്പോർട്ട് ലഭിച്ച ശേഷം അദ്ദേഹത്തെ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കാനാകുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തെ പുറത്താക്കാൻ സർക്കാർ തയ്യാറായില്ല. നേരത്തെ സൂചിപ്പിച്ചത് ദുരഭിമാനം തന്നെയാണോ സർക്കാരിന്റെ ഭാഗത്തും ഇതിൽ നിന്ന് ഇത്തരമൊരു നടപടിയിലേക്ക് പ്രേരിപ്പിച്ചത്? സാധാരണ ഇത്തരമൊരു റിപ്പോർട്ട് കിട്ടൽ ആ നിമിഷം അദ്ദേഹത്തെ രാജിവെച്ചൊഴിയാൻ ആവശ്യപ്പെടുകയല്ല വേണ്ടത്, നീക്കുക തന്നെയാണ് സർക്കാർ ചെയ്യുന്നത്. പക്ഷെ അത്തരമൊരു കടുത്ത നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്കറിയാം. അതിനുശേഷവും അടൂർ ഗോപാലകൃഷ്ണനെതിരെ വിദ്യാർത്ഥി ആരോപണം, അടൂർ ഗോപാലകൃഷ്ണൻ നമുക്ക് അനുഭവിച്ച പ്രത്യേക അഭിമുഖത്തിൽ ഉയർത്തിയിട്ട ആരോപണവും നേരത്തെ വരുന്ന ആരോപണങ്ങൾ ശരിവെച്ചു നടത്തിയ നീക്ക നടപടികളുമൊക്കെ അതിനെ പോലും പിന്നീട് സർക്കാർ പൂർണ്ണമായും അടൂർ ഗോപാലകൃഷ്ണൻ സംരക്ഷിച്ചാണ് രംഗത്ത് വന്നത്. ആദ്യം CPM-ന്റെ പൊളിറ്റ് MA ബേബിയാണ് അത്തരത്തിലൊരു പിന്തുണ അടൂർ ഗോപാലകൃഷ്ണൻ പരസ്യമായി നൽകിയത്. സംവിധായക വിധു വിൻസെന്റ് ഒപ്പം ചേരുന്നുണ്ട്. വിധു വിൻസെന്റ്, അറിഞ്ഞു കാണുമല്ലോ ശങ്കർ മോഹൻ രാജിവെച്ച് പോകുന്നു, കാലാവധി തീരുന്നത് കൊണ്ട് എന്ന് പറയുന്നു. അപ്പോഴും മറുവശത്ത് അദ്ദേഹത്തെ പിന്തുണച്ച അടൂർ ഗോപാലകൃഷ്ണൻ വലിയ വിവാദത്തിന് വഴിതെളിച്ചു. അദ്ദേഹത്തിനെതിരെ സിനിമാ ലോകം തന്നെ പ്രതികരണവുമായി രംഗത്തെത്തി. അപ്പോൾ മറുവശത്ത് സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ പിന്തുണയ്ക്കുന്നത് നമ്മൾ കണ്ടു. ഈ പ്രശ്നം ഇവിടെ അവസാനിക്കുമോ? പ്രശ്നം ഇവിടെ അവസാനിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന്, വിദ്യാർത്ഥികൾ ഉയർത്തിയിട്ടുള്ള ആവശ്യങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെയുണ്ട്. എന്ന് മാത്രമല്ല, വിദ്യാർത്ഥികൾ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാനിടയായ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു എന്നതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിച്ചില്ല എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം വളരെ പ്രത്യക്ഷമായ ഭരണഘടനാ ലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് ആർക്കും സംശയമില്ല. കാരണം സംവരണത്തെ
ഏത് രീതിയിലാണ് ആ സ്ഥാപനത്തിലെ ബന്ധപ്പെട്ടവർ ഉത്തരവാദിത്തപ്പെട്ടവർ അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് നമുക്കൊക്കെ വ്യക്തമാണ്. എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ സംഭവത്തിലൂടെ സാംസ്കാരിക രംഗത്ത് നേതൃത്വം നൽകുന്ന നമ്മൾ സാംസ്കാരിക നായകർ എന്ന് നമ്മൾ തന്നെ വിശേഷിപ്പിക്കുന്ന, നമ്മൾ ആദരിക്കുന്ന ആളുകളുടെ ജനാധിപത്യമില്ലായ്മ, ജനാധിപത്യരഹിതമായ ഇടപെടൽ എത്രത്തോളം വലുതാണെന്നുള്ളത് കൂടി നമ്മളെ കാണാൻ സഹായിച്ച, നമ്മുടെ കണ്ണു തുറക്കാൻ സഹായിച്ച ഒരു സംഭവമാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഒരു രാജ്യം കൊണ്ട് അവസാനിക്കുന്നതല്ല. വിദ്യാർത്ഥികൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ അതേപോലെ അവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു ഡയറക്ടർ എത്തുമായിരിക്കാം. പക്ഷെ അപ്പോഴേക്കും വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ കൃത്യമായും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അവിടെ കൃത്യമായ അധ്യയനം നടക്കേണ്ടതുണ്ട്. അവിടെ ഇപ്പോ ഇല്ലാതായിരിക്കുന്ന അധ്യാപകർക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും ഇല്ലാതായിരിക്കുന്ന ഒരു ഹാർമോണിയസ് സിറ്റുവേഷൻ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഈ ശങ്കർ മോഹനെ പിന്തുണച്ച ആളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ, അതായത് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിനു വേണ്ടി സംസാരിച്ചത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി, രൂക്ഷമായ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. ചെയർമാൻ ഇനി എന്ത് ചെയ്യാനാണ്? അല്ല, എന്താണ് അദ്ദേഹം ചെയ്യാനുള്ളതെന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കാമല്ലോ. അതിപ്പം അദ്ദേഹം സ്വയം തീരുമാനിക്കും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഇപ്പൊ നമുക്ക് അത് പറയാൻ പറ്റില്ല. എന്തായാലും ഈ വളരെ പ്രത്യക്ഷമായി ഇത്തരം കാര്യങ്ങളിൽ വളരെ പ്രത്യക്ഷമായി ഇടപെട്ട് നയപരമായ തീരുമാനം കൈക്കൊള്ളുകയും അതിനകത്ത് വളരെ പ്രത്യക്ഷമായ ഗുരുതരമായ ഒരു കൃത്യവിലോപം നടത്തുകയും ചെയ്ത ഡയറക്ടറാണെന്നുള്ളത് കൊണ്ട് ഡയറക്ടർ മാറുക എന്നുള്ളതായിരുന്നു വിദ്യാർത്ഥികളുടെ ആവശ്യം. ആ ആവശ്യത്തിനൊപ്പമാണ് കേരളത്തിന്റെ ഒരു സാമൂഹ്യ മനസാക്ഷി നിന്നത്. അതിന് കൂട്ടുപിടിച്ച അല്ലെങ്കിൽ അതിനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ച ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി ശ്രീമതി വിധു ബിൻസൺ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സ്ഥാനം ശങ്കർ മോഹൻ രാജിവെച്ചതിന് വിവാദങ്ങളുമായി ബന്ധമില്ല, കാലാവധി കഴിയുന്നതുകൊണ്ട് ഇറങ്ങുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. പക്ഷേ സംവരണ തത്വങ്ങൾ അട്ടിമറിക്കപ്പെടുന്നുവെന്ന ആരോപണം ഒരു വശത്ത്, ജാതി വിവേചനം എന്ന ആരോപണം മറുവശത്ത്. അങ്ങനെ ഈ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതുകൊണ്ടൊന്നും സമരം അവസാനിപ്പിക്കില്ല എന്നാണ് വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വി അരുൺ. പ്രതികരിക്കുകയായിരുന്നു സംവിധായകൻ ഡോക്ടർ ബിജു, സംവിധായിക വിധു വിൻസെന്റ്. ഇടവേള.